ഓരോ ചലനങ്ങളും ഓർമ്മകളാകുന്നതിന് മുമ്പ് അത് നാം ആസ്വദിക്കണം. ഇന്നലെകൾ എന്ന് പറയുന്നത് അതൊരു ചലനത്തിൻ്റെ ദിവസമായിരുന്നു. എന്നാൽ അതിപ്പോൾ ഓർമ്മകളാണ്. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ മാസങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഇന്ന് നമുക്ക് ഓർമ്മകളാണ്. അന്ന് നമ്മൾ എങ്ങനെ ഓരോ സമയത്തും ചലിച്ചുവോ അതിൻ്റെ റിസൾട്ടുകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അന്ന് വന്ന വേദനയിൽ നാം പ്രാർത്ഥിച്ചെങ്കിൽ, അന്ന് നമ്മൾ വിശ്വാസം പറഞ്ഞെങ്കിൽ, അന്ന് നമ്മൾ ദൈവത്തെ സ്തുതിച്ചെങ്കിൽ, അന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നെങ്കിൽ, അന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി രാജ്യവും നീതിയും, കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചെങ്കിൽ, അതിൻ്റെ എല്ലാ റിസൾട്ടുകളാണ് ഇന്ന് എന്ന് പറയുന്നത്. ഇന്ന് എന്ന ഒരു ദിവസത്തെ തീരുമാനിക്കാൻ ഇന്നലകളിൽ നമ്മൾ എന്തായിരുന്നു എന്ന് മാത്രം നാം നമ്മെ പരിശോധിച്ചാൽ മതി. അതിനാരെയും കുറ്റം പറയണ്ട. അവർ കാരണമാണ്, ഇവർ കാരണമാണ്, ഒന്നുമല്ല. എല്ലാ വേദനകളിലും നാം ദൈവത്തിന് അനുകൂലമായി ചലിച്ചവരാണെങ്കിൽ നാം മറുപടികൾ നിശ്ചയമായും അനുഗ്രഹകരമായ നിലയിൽ കണ്ടിരിക്കും. കർത്താവ് നമ്മെ വിളിച്ചത് അതിനാണ്. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് നമുക്ക് തന്ന ഓരോ അവസരങ്ങളെയും അനുഗ്രഹത്തിൻ്റെ വഴികളാക്കി നമ്മൾ മാറ്റിയോ എന്നുള്ളത് നാം നമ്മെ തന്നെ പരിശോധിക്കണം. അതിനായിട്ട് വേദപുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. അതിനായിട്ട് അത്യാവശ്യത്തിന് പ്രയാസങ്ങൾ നമുക്കുണ്ട്. ഓരോ പ്രയാസങ്ങളും മലയെ നീക്കിയതും, മതിൽ ചാടി കിടക്കുന്നതും, ചെങ്കടലിനെ പിളരുന്നതും, യോർദാനെ വറ്റിച്ചതും, എരിഹോ കോട്ടയെ ഇടിച്ചതും ഒക്കെ ആക്കി മാറ്റിയോ എന്ന് നാം നമ്മെ ഒന്ന് അളന്നു നോക്കാനായിട്ട് വേദപുസ്തകം നമ്മുടെ കയ്യിൽ ദൈവം തന്നു. നമ്മുടെ പിതാക്കന്മാർ അവർക്ക് ഉണ്ടായിരുന്ന കണ്ണുനീർ താഴ്വരകളെ അതിലൂടെ കടന്നപ്പോൾ അവരതിനെ ജലാശയമാക്കി മാറ്റിയെന്ന്, മുൻമഴയാൽ അനുഗ്രഹപൂർണമാക്കി മാറ്റിയെന്ന്. എന്താണ്? അവർ കണ്ണുനീർ താഴ്വരയിലൂടെ കടന്നു, എന്നാൽ ആ താഴ്വരയെ അവർ അനുഗ്രഹപൂർണമാക്കി മാറ്റി, ജലാശയമാക്കി മാറ്റി. അതായത് വേദനകളെ ആനന്ദമാക്കി മാറ്റി, സങ്കടങ്ങളെ ആഘോഷമാക്കി മാറ്റി, രോഗത്തെ രോഗസൗഖ്യമാക്കി മാറ്റി, ബന്ധനത്തെ വിടുതലാക്കി മാറ്റി, ഒറ്റപ്പെടലിനെ വെളിപ്പാടുകളാക്കി മാറ്റി. അതിനുവേണ്ടി ദൈവം നമുക്ക് തന്ന കുറേ ഹോംവർക്കുകളെ നാം ദൈവത്തിൻ്റെ വചനപ്രകാരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസം തന്നെയാണ്. ആരെങ്കിലും വന്ന് തലയെ കൈവച്ചിട്ട് ഇന്നു മുതലൊരു വിടുതൽ എന്ന് പറയുന്നതല്ല. ഇന്നലകളിൽ നാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നാം ആർപ്പോടെ കൊയ്തിരിക്കും. ഇന്നലകളിൽ നന്നായിട്ട് പഠിച്ച കുട്ടികളാണ് ഇന്ന് നല്ല റിസൾട്ടുകൾ കൊയ്തെടുക്കുന്നത്. ഇന്നലകളിൽ ഉറക്കളിച്ച കുട്ടികൾ അവർ ഇന്നുകളിൽ ഉയരങ്ങളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ ചലിക്കുന്നുവോ അതിനനുസരിച്ച് നാളുകളിൽ നമ്മൾ വലിയ അനുഗ്രഹത്തിൻ്റെ റിസൾട്ടുകൾ കൊയ്തെടുക്കും. നിശ്ചയം ഇത് ഭൂമിയിലെ ഓരോ മനുഷ്യരിലും സംഭവിക്കുന്നു. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നു, ദൈവവചനം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. അതുകൊണ്ട് കർത്താവിൽ ബലത്തോടെ വിശ്വസിച്ച് വിജയകരമായി മുന്നോട്ട് പോകാൻ യേശു കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് എടുക്കണം. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയാൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്നു. അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനിയാസ് എന്നു പേരുള്ളൊരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനിയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവരെല്ലാവരും അവനെ കണ്ടിട്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. 32 തുടങ്ങി 35 വരെയുള്ള ഒരു വാക്യം, ഒരു ചരിത്രം അവിടെ കൊണ്ടുവരികയാണ്. ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ പത്രോസ് ചെന്നു. പത്രോസ് അവിടത്തേക്കായിട്ട് പുറപ്പെട്ടതല്ല, അവൻ എല്ലായിടവും സഞ്ചരിക്കയാൽ. പൗലോസ് ഒരു തീരുമാനമെടുത്തു.
എല്ലാ ഇടങ്ങളിലും യാത്ര ചെയ്ത് ദൈവമക്കളെ ബലപ്പെടുത്തണം. അവരെ അഭിഷേകത്തിൽ, അവരെ അനുഗ്രഹത്തിൽ നിറയ്ക്കണം. ഒരിക്കൽ കർത്താവ് അവനോട് പറഞ്ഞാണ്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഞാൻ താക്കോല് നിന്റെ കയ്യിൽ തന്നെ, നീ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെടും, നീ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ മുഖാന്തരം, നീ ഈ പറഞ്ഞ ഈ വെളിപ്പാട് കാരണം സഭ പണിയപ്പെടും, പാതാള ഗോപുരം ജയിക്കുകയില്ല. ഇങ്ങനെയുള്ള കുറേ ഉറപ്പുകൾ കർത്താവിൽ നിന്ന് നേരിട്ട് കേട്ടയാളാണ് പത്രോസ്. പത്രോസിനറിയാം, ഞാൻ എവിടെ ചെന്നാലും ഒരു ജയമുണ്ടാകും. ഞാൻ എവിടെ ചെന്നാലും പാതാള ഗോപുരത്തിന് എന്നെ ജയിക്കാൻ കഴിയില്ല. അങ്ങനെ പത്രോസ് തീരുമാനിച്ചു, ഞാൻ എവിടെ ചെന്നാലും ഒരു ജയമാണെങ്കിൽ ഞാൻ എല്ലായിടത്തും ചെല്ലണം. ഞാനൊരു അനുഗ്രഹമാണെങ്കിൽ ഞാൻ ഭൂമിയുടെ അറ്റത്തോളം പോകണം. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ എവിടെ പോയാലും അവിടെ വെളിച്ചമുണ്ടാകും. യേശു എവിടെയെല്ലാം പോയോ അവിടെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. അതുപോലെ തന്നെ ഈ ശിഷ്യന്മാർ പോകുന്നിടത്തെല്ലാം ഒരു അനുഗ്രഹത്തിൻ്റെ ചലനമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും അവർ അവിടെ പ്രകാശിക്കും. നമ്മുടെ കുടുംബങ്ങൾ, കർത്താവിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങൾ എവിടെ ചെന്നാലും അവിടെ എല്ലാവർക്കും ഒരു പ്രകാശം പരത്തുന്നവരായി മാറും. അതാണ് ദൈവവചനം വായിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു സത്യം അല്ലെങ്കിൽ വെളിപ്പാട്. ഇതൊരു മർമ്മമാണ്. എന്താണ്? നമ്മളൊരു അനുഗ്രഹമാണ്, നമ്മളൊരു വെളിച്ചമാണ്, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപ്പാണ്, മറ്റുള്ളവർക്ക് രുചി വരുത്തുന്നവരാണ്, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരാണ്. നമ്മൾ മുഖാന്തരം പലരുടെ ഇരുട്ട് ഓടിപ്പോകും. പത്രോസ് എല്ലായിടത്തും സഞ്ചരിച്ചു. എവിടെയെല്ലാം പോകാമോ അവിടെയെല്ലാം സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ അവൻ ലുദ്ദയിൽ ചെന്നു. അവിടെ വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്നു. വിശുദ്ധന്മാരുടെ അടുക്കൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ അഭിഷിക്തൻ കടന്നു ചെന്നു. മറ്റേ വാക്ക് പറഞ്ഞാൽ, ബെന്നിഹിൻ നമ്മുടെ കൂട്ടായ്മയിൽ വന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ആ ചെറിയ കൂട്ടായ്മയിൽ അദ്ദേഹം വന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂട്ടായ്മ ദൈവത്തിന് പ്രസാദകരമല്ലേ? ലുദ്ദയിൽ പാർക്കുന്നവർ അവർ വിശുദ്ധന്മാരായിരുന്നു. അവരുടെ അടുക്കൽ ചെന്നു. എന്നാൽ അവിടെ 8 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു ഐനിയാസ് ഉണ്ടായിരുന്നു. ഐനിയാസിന്റെ അടുക്കൽ അദ്ദേഹം ചെന്നു. ഐനിയാസെ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് സ്വന്തമായിട്ട് തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. ഒറ്റ വാക്കാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നില്ല. പത്രോസ് അവനെ തൊട്ടില്ല. യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക വിരിക്ക്. ഇനി ഇവിടെ ചുരുണ്ടുകൂടി കിടക്കരുത്. പുതിയ വിരിപ്പുകളെല്ലാം വിരിച്ച് നീ അടുത്ത പരിപാടിക്ക് പോ. നിന്റെ കിടപ്പ് മതി. 8 വർഷം കിടന്നത് മതി. ഉടനെ, അവിടെ വായിക്കുന്നു, ഉടനെ അവൻ എഴുന്നേറ്റു. അവൻ വൈകിയില്ല. ഇതുപോലെ എന്തൊക്കെയോ കർത്താവ് നിങ്ങളുടെ യാത്രയിൽ ചെയ്യാൻ പോകുന്നു. വർഷങ്ങളായി എഴുന്നേൽക്കാത്തതും ജീവിതമെല്ലാം അസ്തമിച്ചതും എല്ലാ മേഖലകളിലും തളർന്നു പോയതുമായ വ്യക്തികൾ നിങ്ങളുടെ ഒരൊറ്റ വാക്കിൽ എഴുന്നേൽക്കുന്ന ഒരു സീസണാണ് കർത്താവ് ഇനി ഒരുക്കാൻ പോകുന്നത്. കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഇവിടെ നമ്മൾ വായിക്കുന്നു, ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവരെല്ലാവരും, 2 പ്രദേശങ്ങളിലുള്ളവരെല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. പത്രോസിനെയാണോ ഐനിയാസിനെയാണോ? ഐനിയാസിനെ കണ്ടു. കാണത്തക്ക രീതിയിൽ ചിലത് കർത്താവ് ചെയ്തു. അത് കണ്ടിട്ട് അവരെല്ലാവരും 2 പ്രദേശം മുഴുവനും യേശുവിലേക്ക് തിരിഞ്ഞു. ഒരു പ്രദേശത്തെ മുഴുവനും, 2 പ്രദേശങ്ങളെ മുഴുവനും, അല്ലെങ്കിൽ 2 പഞ്ചായത്തിനെ മൊത്തമായിട്ട് കർത്താവിലോട്ട് തിരിച്ച ഒരു സംഭവം. 2 പഞ്ചായത്ത് ഇപ്പോൾ യേശുവിൻ്റെതാണ്. ഒരത്ഭുതം. ഇതുപോലെ നിങ്ങൾ ഇന്ന് കിടക്കുന്ന കിടപ്പിൽ നിന്ന് പുറത്തു വരുമ്പോൾ
അനേക പ്രദേശങ്ങളിലുള്ളവർ നിങ്ങളുടെ വിടുതൽ കണ്ടിട്ട്, അസാധ്യതയിൽ നിന്ന് വിടുവിച്ച കർത്താവിൻ്റെ കരം ചലിച്ചത് കണ്ടിട്ട് അനേകർ നിങ്ങൾ മുഖാന്തരം കർത്താവിലോട്ട് തിരിയും. അതായത് നിങ്ങൾക്കുള്ള ഇന്നത്തെ അസാധ്യത, ഇന്നത്തെ നിങ്ങളുടെ കിടന്നുപോയ അവസ്ഥ, ആർക്ക് സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ, എല്ലാ നിലയിലും ചലനമറ്റ അവസ്ഥ, ഒരു നിമിഷം കൊണ്ട് മാറ്റുന്ന ഒരു ദൈവശക്തിയെ കർത്താവിന് ഇനിയും ചെയ്യാൻ കഴിയും. കർത്താവ് ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ, അൽഫയായവൻ, ഒമേഗയായവൻ, മാറ്റമില്ലാത്തവൻ, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ. ആ കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ആ കരം ഇന്നും ചലിക്കുന്ന കരമാണെന്ന് പത്രോസ് പറയുകയാണ്, നീ എഴുന്നേൽക്ക്. പത്രോസിന്റെ ജീവിതത്തിലെ ആരംഭത്തിൽ ഒന്ന് കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എനിക്കുള്ളത് തരുന്നു, എഴുന്നേൽക്ക്. ഇപ്പോൾ പത്രോസ് അങ്ങനെ കുനിഞ്ഞ് അവൻ്റെ കൈക്കൊന്നും പിടിച്ചില്ല, അവൻ്റെ നരിയാണി ഉറച്ചു വന്നൊന്നുമല്ല. ഉടനെ ഐനിയാസ് എഴുന്നേറ്റ്. ഒരൊറ്റ വാക്ക് മതി. ശതാധിപൻ ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ പുരക്കവത്ത് വരണ്ട, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ളവനാണ്, എൻ്റെ കീഴെ 100 പേരുണ്ട്. ആ 100 പേരിൽ ആരോട് വരാൻ പറഞ്ഞാലും അവൻ വരും. എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്യും. എന്നാൽ ഒരുത്തൻ മാത്രം എന്ത് പറഞ്ഞിട്ട് അവൻ ചലിക്കുന്നില്ല, അവൻ തളർന്നു കിടക്കുകയാണ്. എന്നാൽ നിനക്ക് ഒരു അധികാരമുണ്ട്. അത് 100 പേരുടെ മേലല്ല, ഈ ഭൂമിയുടെ മേൽ നിനക്ക് അധികാരമുണ്ട്, പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. നീ മശികയാണ്. സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ മശികയാണ് നീ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. യഹൂദന്മാർ കാത്തിരിക്കുന്ന മശികയാണ്. നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നീ വരുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ സീസണിൽ എൻ്റെ കാലത്ത് നീ വന്നല്ലോ. എനിക്ക് 100 പേരുടെ മേൽ ചലനത്തിൻ്റെ അധികാരമുണ്ടെങ്കിൽ നിനക്ക് സർവ്വ സൃഷ്ടിയുടെ മേലും ചലനത്തിൻ്റെ അധികാരമുണ്ട്. അതുകൊണ്ട് നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി, നീ എൻ്റെ വീട്ടിലോട്ട് പോലും വരണ്ട. യേശു പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. വീട്ടിൽ വന്ന് സൗഖ്യമാക്കണ്ട, കൈവച്ച് സൗഖ്യമാക്കണ്ട. ഗുരുവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. വാക്കിൻ്റെ ശക്തി. ദൈവമെല്ലാം വാക്കുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, വാക്കുകളാൽ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ. റോമർ 4:17. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്. പത്രോസിനെ മനസ്സിലായി, ഞാൻ കൈവെക്കേണ്ട ആവശ്യമില്ല, യേശു ക്രിസ്തുവാണിത് ചെയ്യുന്നത്. മർക്കോസ് 16:18 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു. വചനത്തെ ഉറപ്പിക്കണം, ഒരൊറ്റ വാക്കിനെ ഉറപ്പിക്കണം. പത്രോസ് പറഞ്ഞ ഒരു വാക്കിനെ ഉറപ്പിക്കണം. ഇത് കർത്താവിന് നിർബന്ധമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു വാക്ക് നീ പറഞ്ഞാൽ അതിനെ ഉറപ്പിക്കാൻ അതേ വചനത്തിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ട്. അത് ഉറപ്പോടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ പറയുന്ന ഓരോ വചനങ്ങളെ ഉറപ്പിച്ച് അവൻ നിന്നെ മാന്യതയോടെ മഹത്വത്തോടെ എഴുന്നേൽപ്പിക്കും. നീ പറയണം, നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷെ എത്ര നേരം പറയണം? അത് എഴുന്നേൽക്കും വരെ പറയണം. എത്ര നേരം കൽപ്പിക്കണം? എഴുന്നേൽക്കും വരെ. എഴുന്നേറ്റേ മതിയാവും. നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ പോകണം. അവനെ 8 മണിക്കാണ് പോകേണ്ടത്. അവനെ 6 മണിക്കൊന്ന് വിളിച്ചു, അവനെ 7 മണിക്ക് വിളിച്ചു, അവനെ 7:30 വിളിച്ചു. എന്നിട്ട് അവൻ എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ അമ്മ വിളിക്കാതിരിക്കുമോ? പിന്നെ ഒരു വിളിയുണ്ട്, എടാ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ്റെ വിളി ഒരു വല്ലാത്ത വിളിയാണ്. എടാ എന്ന് വിളിച്ചാൽ മതി. ചില വീട്ടിൽ അച്ഛൻ വന്നിട്ട് പറയും, എടാ അമ്മ വരുന്നുണ്ട്, എഴുന്നേറ്റോ. ചില വീട്ടിൽ അമ്മയുടെ വിളിയാണ് വ്യത്യാസം.
ഏതായാലും വിളി ശക്തമാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എഴുന്നേറ്റോളൂ. വാക്കുകൾ ചിലർക്ക് അതറിയാം, അനുഭവിച്ചിട്ടുണ്ട് ഒരു വാക്കിൻ്റെ ശക്തി. ശതാധിപൻ യേശു ആരെന്ന് വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ കാത്തിരുന്നതാണ് ഇസ്രായേലിൽ കാണാൻ. എന്നാൽ ഇസ്രായേൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് വിശ്വാസം കാണാനാണ്. ദൈവപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചു. ആ കുരുടൻ സൗഖ്യമായവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ യോഹന്നാൻ 9 നീ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്. ഈ വാക്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ പത്രോസ് ചെയ്തത് വലിയ കാര്യമല്ല. ഇത് വിശ്വസിക്കുന്ന ഏവർക്കും നടക്കുന്ന കാര്യമാണ്, അല്ലേ? അതുകൊണ്ട് ഈ പുതിയ മാസത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെച്ചുകൊണ്ട് നമ്മൾ വാക്കുകൾ കൊണ്ട് ചിലത് വിളിച്ചു വരുത്തിയാൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ചലിക്കാത്ത കാര്യങ്ങൾ ചലിക്കുന്നത് കാണും. അതുകൊണ്ട് ഒരു കാര്യം ചലിക്കും വരെ നമ്മൾ സംസാരിക്കുക. അതാണ് നമ്മൾ രാവിലെ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നതിനെ നമുക്ക് വിളിക്കാൻ അറിയാം. വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ അവൻ എഴുന്നേറ്റോളൂ. മോനെ, കുട്ടാ, ചക്കര കുട്ടാ, എഴുന്നേക്കടാ. അവൻ എഴുന്നേക്കില്ല. അവൻ വേറൊരു വിളിയുണ്ട്. ആ വിളിയിൽ അധികാരത്തോടെ ആ വിളിക്കകത്ത് എഴുന്നേറ്റിരിക്കും. അങ്ങനെയാണല്ലോ നമ്മളും നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തും നമ്മൾ എഴുന്നേറ്റത്. അതുകൊണ്ട് വാക്കുകൾക്ക് ശക്തിയുണ്ട്. വാക്കുകളിൽ അധികാരം വേണം. വാക്കുകളിൽ നിറഞ്ഞ വിശ്വാസം വേണം. ഞാൻ വിളിച്ചാൽ സംഭവിക്കും. ഞാൻ വിളിച്ചാൽ എഴുന്നേറ്റിരിക്കും. ആ ഒരു ഉറപ്പോടെ മലയോട് പറയണം, സാഹചര്യത്തോട് പറയണം, കാറ്റിനോട് പറയണം, തിരമാലകളോട് പറയണം, രോഗത്തോട് പറയണം, ദാരിദ്ര്യത്തോട് പറയണം, ആധികാരികമായി പറയണം. ആരും ഓടിക്കാതെ ദുഷ്ടൻ, ദുരാത്മാക്കൾ ഓടിപ്പോകും. ഗദരദേശത്തെ ആ ഭൂതം ബാധിച്ചവൻ പറഞ്ഞു, അവൻ്റെ ഉള്ളിലുള്ള ദുരാത്മാവ് പറഞ്ഞു, നീ ഞങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ആ പന്നിക്കോട്ടത്തിലേക്ക് അയക്കണമേ, പൊയ്ക്കൊള്ളുവിൻ, അയക്കണമേന്ന്. യേശു പറഞ്ഞാൽ പോകും. ഒറ്റ വാക്ക്, അയക്കണമേ. പിശാചിനുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. ആ പന്നിക്കൂട്ടത്തിലേക്ക് പോയി. പണ്ടാരോ പറഞ്ഞ പോലെ പിശാചിനും സ്നാനപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പന്നിയുടെ പുറത്ത് കയറി സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ. എന്നാലും രക്ഷിക്കപ്പെട്ടതല്ല, സ്നാനപ്പെട്ട പുള്ളിയാണെന്ന് ആരോ പറഞ്ഞതുപോലെ. ആഗ്രഹങ്ങൾ, എനിക്ക് ഈ ഭൂമി വിട്ടു പോകണ്ട, എനിക്ക് ഈ സ്ഥലം വിട്ടു പോകണ്ട, എനിക്കിവിടെ തന്നെ കുടിയിരിക്കണം, അതവൻ്റെ ആഗ്രഹമാണ്. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ വേഗത്തിൽ നമ്മുടെ കാലിൻ്റെ കീഴെ മെതിച്ചു കളയും. നമുക്ക് അധികാരമുണ്ട്, നമുക്ക് വാക്കുകൾക്ക് ശക്തിയുണ്ട്. യേശു കർത്താവ് പത്രോസിനെ പോലെ ലുദ്ദയിലും ശാരേനിലും ഉള്ളവരെ കുലുക്കിയതുപോലെ ഒരു ചലനം നിങ്ങളിലൂടെ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തിൻ്റെ വാക്കുകൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഇന്നു മുതൽ, ഈ പുതിയ ദിവസം മുതൽ ആരംഭിക്കട്ടെ. ഈ മക്കളുടെ ജീവിതത്തിൽ അത് കാണട്ടെ. നന്മകൾ കാണട്ടെ, വിടുതലുകൾ കാണട്ടെ, ഉയർച്ചകൾ കാണട്ടെ. ആയിരക്കണക്കിന് സൗഖ്യങ്ങൾ വാക്കുകളാൽ സംഭവിക്കട്ടെ. ഈ അഭിഷേകം ഈ മക്കളുടെ മേൽ വർദ്ധിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ജീസവരുടെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ വേലക്കാരായി മാറും. കർത്താവിൻ്റെ വേലയിൽ വിളിയുള്ളവരെ പിടിച്ചുയർത്തുന്ന ചില ദൂതുകളാണ് കർത്താവ് അപ്പോസ്തല പ്രവൃത്തിയിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്കും ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് അവരും കർത്താവിൻ്റെ വേലയിൽ വളരട്ടെ, ശക്തരാകട്ടെ. നമുക്ക് ഇന്നു മുതൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആലപ്പുഴ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 മുതലാണ്. പകൽ മാത്രമേ ഉള്ളൂ. കടന്നു വരാൻ കഴിയുന്നവർ വരിക. ശനിയാഴ്ച രാവിലെ വരെ 3 പകലുകളിൽ ഇവിടെ വെച്ച് പ്രാർത്ഥനയുണ്ട്. കടന്നു വന്ന് ബലപ്പെടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതിപരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു, ദൈവ കുഞ്ഞാടി രക്തത്തിനാൽ
പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു. അതിപരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു. ദൈവ കുഞ്ഞാടിൻ രക്തത്തിനാൽ പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു. അങ്ങേ ആരാധിക്കുന്നു. ഞാൻ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. ഞാൻ ആരാധിക്കുന്നു. യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നു. യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നു. അതിപരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു. ദൈവ കുഞ്ഞാടി രക്തത്തിനാൽ പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു. അതിപരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു. ദൈവ കുഞ്ഞാടി രക്തത്തിനാൽ പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. ഞാൻ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. ഞാൻ ആരാധിക്കുന്നു. യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നു. യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നു. I enter the holy. I enter the holy of holies. I enter through the blood of the Lamb.
പരിശുദ്ധൻ